ഹലോ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൊജക്റ്റ് ടൈഗർ എന്ന ചാപ്റ്ററിനെ പറ്റിയായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 4ാമത്തെ പാരഗ്രാഫ് വരെയാണ് കംപ്ലീറ്റ് ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ഭാഗം ഞാൻ ഒന്നുകൂടി വിശദീകരിക്കാം. ഈ ചാപ്റ്റർ എഴുതിയിരിക്കുന്നത് ഒരു ഇന്ത്യൻ റൈറ്ററായിട്ടുള്ള സത്യജിത് റേ ആണ്. അദ്ദേഹം ഒരു സിനിമ എടുക്കാൻ പോകുമ്പോൾ അനുഭവിച്ച ചില കഷ്ടപ്പാടുകളെ പറ്റിയാണ് ഈ ചാപ്റ്ററിൽ നമ്മളോട് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അദ്ദേഹം ഒരു ദിവസം ഹോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരു സ്റ്റുഡിയോ ആയ ഡിസ്നി സ്റ്റുഡിയോ സന്ദർശിക്കാനിടയായി. അവിടെ ചെന്ന സമയത്ത് ഇദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഇദ്ദേഹം കാണുകയാണ്. എന്തായിരുന്നു ആ കാര്യം? ഒരു ഡോഗിന് സ്റ്റാൻഡിനായിട്ട് വന്നിരിക്കുന്നത് ആരാണ്? എ ഹ്യൂമൻ ബീയിങ്, ഒരു മനുഷ്യൻ, അഥവാ ഒരു ഡോർഫ്, ഒരു കുള്ളനായ ഒരു വ്യക്തിയായിരുന്നു. അതായത് ഹോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയിൽ മൃഗങ്ങൾക്ക് അത്രയും അധികം ഇമ്പോർട്ടൻസ് എന്ത് ചെയ്തിരുന്നു, അവർ കൊടുത്തിരുന്നു എന്നാണ് നമ്മൾക്ക് ആ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇന്ന് നമ്മൾ 5ാമത്തെ പാരഗ്രാഫ് മുതൽ ഡിസ്കസ് ചെയ്യാം. പേജ് നമ്പർ 45, 5th പാരഗ്രാഫ്. ഓക്കെ, ലിസൺ. എവരി ആനിമൽ ഇൻ എ ഹോളിവുഡ് ഫിലിം ഈസ് വെൽ ട്രെയിൻഡ്. അതായത് ഹോളിവുഡ് ഫിലിം ഇൻഡസ്ട്രി എടുക്കുകയാണെങ്കിൽ അതിലെ മൂവികളിൽ അഭിനയിക്കുന്ന എല്ലാ വിധത്തിലുള്ള ആനിമൽസും എങ്ങനെയായിരിക്കും? ദേ വിൽ ബി വെൽ ട്രെയിൻഡ്. വെൽ ട്രെയിൻഡ് മീൻസ് നല്ല ട്രെയിനിങ് ഒക്കെ ലഭിച്ച ആൾക്കാരെ മാത്രമേ അവരെന്ത് ചെയ്യാറുള്ളൂ, സിനിമയിൽ എടുക്കാറുള്ളൂ. അതായത് ആനിമൽസിന്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട് ടു ട്രെയിൻ എ ഹോഴ്സ് ഓർ എ ഡോഗ്. അതായത് പ്രധാനമായിട്ട് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ജീവികൾ ആരൊക്കെയായിരിക്കും? ഡോഗ്സ് ഉണ്ടാകാം, ഹോഴ്സ് ഉണ്ടാകും, അല്ലേ? പക്ഷെ അവരെ ഒന്നും ട്രെയിൻ ചെയ്യിക്കാൻ എന്തല്ല, അത്ര കഷ്ടപ്പാടില്ല. കുറച്ച് പേഷ്യൻസ്, ക്ഷമയുണ്ടെങ്കിൽ അവരെ നല്ല രീതിയിൽ എന്ത് ചെയ്യാം, ട്രെയിൻ ചെയ്യിച്ച് കൊണ്ടുവരാൻ സാധിക്കും. ഏതൊക്കെയായിരുന്നു ആനിമൽസ്? ഹോഴ്സ് ഓർ എ ഡോഗ്. ഒരു കുതിര ആയിക്കോട്ടെ, ഒരു ഡോഗ് ആയിക്കോട്ടെ, അവരൊന്നും ട്രെയിൻ ചെയ്യിക്കാൻ എന്തില്ല, വലിയ ബുദ്ധിമുട്ടില്ല. ഓക്കെ, ബട്ട് ഹാവ് യു എവർ ഹേർഡ് ഓഫ് ട്രെയിൻഡ് റേവൻസ്? പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ട്രെയിൻ ചെയ്യിപ്പിച്ച റേവൻസ് ആണ് നമ്മുടെ ക്രോ ഇല്ലേ, കാക്കകളുടെ വർഗ്ഗത്തിൽപ്പെടുന്ന ഒരു ജീവിയാണ്. ആ സൈഡിൽ നിങ്ങൾ അതിൻ്റെ ഗ്ലോസുകൾ നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് മീനിങ് ലഭിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ട്രെയിൻ ചെയ്യിപ്പിച്ചെടുത്ത റേവൻസിനെ പറ്റി കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. റേവൻസ് ആണ് കാക്കകളെ പോലുള്ളൊരു, അതായത് കാക്കകളുടെ വർഗ്ഗത്തിൽപ്പെട്ടൊരു ജീവിയാണ്. ഓക്കെ, എ ബേർഡാണ്. കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാം. നോട്ട് ജസ്റ്റ് 1 or 2 ബട്ട് നിയർലി 100 ഓഫ് ദം. 1 or 2 റേവൻസിൻ്റെ കാര്യമല്ല പറയുന്നത്, നിയർലി 100 ഓഫ് ദം. 100 ഓഫ് ദം എന്ന് പറഞ്ഞാൽ എന്താ? 100 കണക്കിന് റേവൻസിനെ നിങ്ങൾ എവിടെയെങ്കിലും ട്രെയിൻ ചെയ്യിപ്പിച്ചതായിട്ട് കേട്ടിട്ടുണ്ടോ എന്ന് ആര് ചോദിക്കുകയാണ്? സത്യജിത് റേ ചോദിക്കുകയാണ്. ഓക്കെ, ഈവൻ ദിസ് വാസ് മെയ്ഡ് പോസിബിൾ ഇൻ ഹോളിവുഡ് വെൻ ദ ക്രിയേറ്റർ ഓഫ് സം ഓഫ് ദ ബെസ്റ്റ് സസ്പെൻസ് ഫിലിം ഇൻ ദ ഹിസ്റ്ററി ഓഫ് സിനിമ, ആൽഫ്രഡ് ഹിച്ച്കോക്ക്, ഡിസൈഡഡ് ടു മേക്ക് എ ഫിലിം കോൾഡ് ബേർഡ്സ്. പക്ഷേ ഇത്തരത്തിലുള്ള അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഇവിടെ നടന്നിട്ടുണ്ട്, ഹോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയിൽ നടന്നിട്ടുണ്ട്. ഈ ഹോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയിലെ ബെസ്റ്റ് ഡയറക്ടറായിരുന്നു ആര്? ആൽഫ്രഡ് ഹിച്ച്കോക്ക്. ഇദ്ദേഹം ദ ബേർഡ്സ് എന്നൊരു സിനിമ എടുക്കാൻ പോകുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും, അല്ലേ? ആ സിനിമയിൽ എന്തിനെ പറ്റിയുള്ള കാര്യമായിരിക്കും പറയുണ്ടാവുക? ബേർഡ്സിനെ പറ്റിയുള്ള കാര്യമായിരിക്കും, അല്ലേ? ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്തുണ്ടായി? 100 കണക്കിന് ട്രെയിൻ ചെയ്ത റേവൻസിനെ ആര് യൂസ് ചെയ്തു? നമ്മുടെ ആൽഫ്രഡ് ഹിച്ച്കോക്ക് യൂസ് ചെയ്തു. അതെങ്ങനെയാണ്, അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഇനിയുള്ള ഭാഗത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ ഡയറക്ടറുടെ പേര് മറക്കരുത്, ആൽഫ്രഡ് ഹിച്ച്കോക്ക്. അദ്ദേഹം എടുത്ത സിനിമയുടെ പേരാണ് ബേർഡ്സ്. ഓക്കെ, ഇൻ ദ സ്റ്റോറി ബേർഡ്സ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ് സ്റ്റാർട്ട് അറ്റാക്കിങ് ഹ്യൂമൻസ്. ആ കഥയുടെ തീം എന്താണെന്ന് വെച്ചാൽ, അഥവാ സിനിമയുടെ തീം എന്താണെന്ന് വെച്ചാൽ, ലോകത്തുള്ള നാനാവിധത്തിലുള്ള ബേർഡ്സും പക്ഷികളും എന്ത് ചെയ്യാണ്, ആരെ അറ്റാക്ക് ചെയ്യാണ്? ഹ്യൂമൻസിനെ അറ്റാക്ക് ചെയ്യുന്നതാണ് ആ സ്റ്റോറി, അഥവാ ആ സിനിമയുടെ ഒരു തീം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ലോകത്ത് പലതരത്തിലുള്ള പക്ഷികളുണ്ടാവും, അല്ലേ? ഓക്കെ, ഹിച്ച്കോക്ക് നീഡഡ് എ വെറൈറ്റി ഓഫ് ബേർഡ്സ്. അതുകൊണ്ട് തന്നെ ഹിച്ച്കോക്കിന് എന്താവശ്യമായി വന്നു? പലതരത്തിൽപ്പെട്ട ബേർഡ്സിന് ആവശ്യമായി വന്നു. ഓക്കെ, കഥയുടെ തീം എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകത്തുള്ള പലതരത്തിലുള്ള ബേർഡ്സുകളും എന്ത് ചെയ്യണം? ഹ്യൂമൻസിനെ അറ്റാക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പല വെറൈറ്റി ഓഫ് ബേർഡ്സിന് ആർക്ക് ആവശ്യമായി വന്നു? ആൽഫ്രഡ് ഹിച്ച്കോക്കിന്
ആവശ്യമായി വന്നു. ബട്ട് വാട്ട് വാസ് റിക്വയർഡ് ഇൻ ദ ലാർജസ്റ്റ് നമ്പർ വാസ് റേവൻസ്. പക്ഷേ ഇദ്ദേഹത്തിന് കൂടുതൽ എണ്ണം ആവശ്യമായി വന്നത് ഏത് ടൈപ്പ് ഓഫ് ബേർഡ്സിനായിരുന്നു? റേവൻസിനായിരുന്നു. റേവൻസിന് കുറേ അധികം റേവൻസിന് അദ്ദേഹത്തിന് ആവശ്യമുണ്ട് ആ സിനിമയിൽ ഉപയോഗിക്കാൻ. ഓക്കെ, ബട്ട് വാട്ട് വാസ് റിക്വയർഡ് ഇൻ ദ ലാർജസ്റ്റ് നമ്പർ വാസ് റേവൻസ്. നോട്ടീസസ് വെർ പ്ലേസ്ഡ് ഇൻ ദ പ്രസ് ആൾ ഓവർ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അപ്പോൾ എന്താണ് ഇതിനെ പറ്റിയിട്ടുള്ളൊരു നോട്ടീസ് പതിക്കുകയാണ്. എന്തായിരിക്കും നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ടാവുക? ട്രെയിൻ ചെയ്ത റേവൻസിനെ ആവശ്യമുണ്ട്. നിങ്ങളുടെ അടുത്ത് റേവൻസ് ഉണ്ടെങ്കിൽ ആരുമായി ബന്ധപ്പെടുക? നമ്മുടെ ആൽഫ്രഡ് ഹിച്ച്കോക്കുമായി ബന്ധപ്പെടുക എന്നുള്ളൊരു നോട്ടീസസ് എന്ത് ചെയ്യാണ്? അമേരിക്ക മുഴുവൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മുഴുവൻ എന്ത് ചെയ്യണം? അവർ പ്ലേസ് ചെയ്തു. ഓക്കെ, ആസ്കിങ് പീപ്പിൾ ടു കോൺടാക്ട് ദ ഫിലിം മേക്കർ ഇഫ് ദേ ന്യൂ ഹൗ ടു ഗെറ്റ് ഹോൾഡ് ഓഫ് ട്രെയിൻഡ് റേവൻസ്. അതായത് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും കയ്യിൽ ട്രെയിൻ ചെയ്ത റേവൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആൽഫ്രഡ് ഹിച്ച്കോക്കുമായി ബന്ധപ്പെടുക എന്നുള്ളൊരു നോട്ടീസ് പതിപ്പിച്ചു അവർ. അങ്ങനെ ആരെങ്കിലും നോട്ടീസ് കണ്ടിട്ട് ആരെ ബന്ധപ്പെടുമെന്ന് വിചാരിച്ചു? ആൽഫ്രഡ് ഹിച്ച്കോക്കിനെ ബന്ധപ്പെടുമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഈ എക്സാമിന് ഈ ഭാഗത്തു നിന്ന് ഒരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാം. ഒരു നോട്ടീസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്തായിരിക്കും ചോദ്യം വന്നിട്ടുണ്ടാവുക? ആൽഫ്രഡ് ഹിച്ച്കോക്ക് പ്ലേസ് ചെയ്ത നോട്ടീസ് ഒന്ന് വരയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എളുപ്പമാണത്. എന്തായിരിക്കും വന്നിട്ടുണ്ടാവുക? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാണ്ടഡ് ട്രെയിൻ റേവൻസ്, ഡീറ്റെയിൽസ് കൊടുക്കുക, ഏത് സിനിമയ്ക്കാന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ കൊടുക്കുക, കോൺടാക്ട് നമ്പറോ അഡ്രസ്സോ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഒരു നോട്ടീസ് തയ്യാറാക്കാം. അവിടെ നോട്ടീസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ് ആകുമ്പോഴേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ചെറിയൊരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ പാരഗ്രാഫ് ഞാൻ ഒന്നും കൂടി വിശദീകരിക്കാം. ഈ പാരഗ്രാഫിൽ പറയുന്നത് ആൽഫ്രഡ് ഹിച്ച്കോക്ക് എന്ന് പറയുന്ന ഒരു ഡയറക്ടർക്ക് ബേർഡ്സ് എന്നൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ബേർഡ്സിന് ആവശ്യമായി വന്നു. കൂടുതൽ എണ്ണം വേണ്ടത് ഏത് ബേർഡിനെ ആയിരുന്നു? റേവൻസിനെ ആയിരുന്നു. അപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടി റേവൻസിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? ഒരു നോട്ടീസ് അമേരിക്ക മുഴുവൻ പതിപ്പിച്ചു. അങ്ങനെ അറിയണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരുമായി കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്? നമ്മുടെ ആൽഫ്രഡ് ഹിച്ച്കോക്കുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ശ്രദ്ധിക്കാം. 6ാമത്തെ പാരഗ്രാഫ്. സംവൺ റിപ്ലൈഡ് വിത്തിൻ എ ഫ്യൂ ഡേയ്സ്. അങ്ങനെ നോട്ടീസൊക്കെ പതിപ്പിച്ചു. അധികം വൈകാതെ തന്നെ ഒരാൾ ആർക്ക് റിപ്ലൈ കൊടുക്കുകയാണ്? മറുപടി കൊടുക്കുകയാണ് നമ്മുടെ ആൽഫ്രഡ് ഹിച്ച്കോക്കിന്. അപ്പോൾ അയാളുടെ കയ്യിൽ എന്തുണ്ടാകും? ട്രെയിൻ ചെയ്ത് റേവൻസിനുണ്ടാകും അല്ലേ? He was asked to bring his birds and he arrived with almost 100 trained ravens. അങ്ങനെ അയാളുടെ കയ്യിൽ എന്തുണ്ട്? റേവൻസ് ഉണ്ട്. അങ്ങനെ അയാൾ ആരെ കാണാൻ വന്നു? നമ്മുടെ ആൽഫ്രഡ് ഹിച്ച്കോക്കിനെ കാണാൻ വന്നു. വെറും കൈയോടെയാണ് വരുന്നതല്ല, ഏകദേശം 100 കണക്കിന് ട്രെയിൻ ചെയ്ത റേവൻസുമായിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? നമ്മുടെ ആൽഫ്രഡ് ഹിച്ച്കോക്കിനെ കാണാൻ അങ്ങോട്ടേക്ക് വന്നു. അഡ്മിറ്റഡ്ലി ദ ട്രെയിനിങ് ഹാസ് നോട്ട് ഗോൺ വെരി ബാഡ്. അപ്പോൾ ഇയാൾ പറയണത് അവർക്ക് കിട്ടിയ ട്രെയിനിങ് അത്ര മോശം ട്രെയിനിങ് ഒന്നും ആയിരുന്നില്ല, നല്ല ട്രെയിനിങ് തന്നെയായിരുന്നു ആ റേവൻസിന് ലഭിച്ചിരുന്നത്. ദാറ്റ് ഈസ് ടു സേ ദേ കുഡ് നോട്ട് ഡു എനിത്തിങ് ദാറ്റ് മൈറ്റ് ബി സീൻ ആൻ എക്സ്ട്രാ ഓർഡിനറി. അതായത് ഇപ്പോൾ അവരെ കൊണ്ടല്ല അത്ര എക്സ്ട്രാ ഓർഡിനറി അത്ഭുതപ്പെടുത്തുന്നതായ കാര്യങ്ങളൊന്നും അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ വേറൊരു കാര്യം അവർ ചെയ്തു. എന്താണ് അവർ ചെയ്ത കാര്യം നോക്കി? But if as many as 50 ravens are told to perch quietly in a row on a specified spot, and if they obey this command instantly, isn't that pretty impressive? അപ്പോൾ നമ്മുടെ ആൽഫ്രഡ് ഹിച്ച്കോക്ക് പറയുക എന്താണ്? നമ്മുടെ സത്യത്ര പറയുകയാണ്, ആ കൊണ്ടുവന്നിരിക്കുന്ന റേവൻസിൽ നിന്ന് ഏകദേശം 50ഓളം റേവൻസിന് ഒരു ഷോട്ടിലോട്ട് എടുത്തു വരും. ആ റേവൻസിന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ഥലത്ത് ഒരു സ്പെസിഫൈഡ് സ്പോട്ടിൽ അവരെന്ത് ചെയ്യണം? പറന്നിറങ്ങണം. പർച്ച് മീൻസ് ലാൻഡ് ചെയ്യണം. ഈ 50ഓളം റേവൻസ് ഒരേപോലെ എന്ത് ചെയ്യണം? പറന്നിറങ്ങണം. ഓക്കെ, ഈ സംഭവം, ഈ ഷോട്ട് എന്ത് ചെയ്യാണ്? പറഞ്ഞ പോലെ തന്നെ ആ റേവൻസ് എന്ത് ചെയ്തു? പറഞ്ഞു കൊടുത്ത സ്പോട്ടിൽ പറന്നിറങ്ങി. അപ്പോൾ ആൽഫ്രഡ് ഹിച്ച്കോക്കിന് എന്ത് മനസ്സിലായി? റേവൻസിന് അത്യാവശ്യം നല്ല ട്രെയിനിങ് ആണ് ആ ട്രെയിനർ എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്. അധികം ഷോട്ടൊന്നും വേസ്റ്റ് ആയിട്ടില്ല. ഒറ്റ ഷോട്ടിൽ തന്നെ അവരെന്ത് ചെയ്യാണ്? ആ റേവൻസ് പറഞ്ഞ സ്ഥലത്ത് എന്ത് ചെയ്യാണ്? പറന്നിറങ്ങി. അതാണ് അവർ കൊടുത്ത ഒരു ഡ്യൂട്ടി. അതാണ് അവരുടെ റോള്. ആ റോൾ ആര് ഭംഗിയാക്കി? ഈ റേവൻസ് ഭംഗിയാക്കി. അപ്പോൾ നമ്മുടെ ആൽഫ്രഡ് ഹിച്ച്കോക്കിന് എന്ത് മനസ്സിലായി? അവർക്ക് കിട്ടിയിരിക്കുന്ന ട്രെയിനിങ് അത്ര മോശമല്ല എന്നുള്ള കാര്യമായിട്ട് അയാൾക്ക് മനസ്സിലായി. ഇനി ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 7ാമത്തെ പാരഗ്രാഫിലോട്ട് പോകാം.
Needless to say, in our own country, it is not at all easy to find trained animals, although some films have been made in Bombay and Madras that involve working with elephants, horses and tigers. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞിരുന്നത് ഏത് ഫിലിം ഇൻഡസ്ട്രിയെ പറ്റിയിട്ടായിരുന്നു? ഹോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയെ പറ്റിയിട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനിയാണ് നമ്മളുടെ ഇൻഡസ്ട്രി, അതായത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയെ പറ്റിയിട്ട് ആര് പറയുന്നത്? നമ്മുടെ സത്യജിത്തിനെ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതുവരെ പറഞ്ഞിരുന്നത് ഏത് ഇൻഡസ്ട്രിയുടെ കാര്യങ്ങളായിരുന്നു? ഹോളിവുഡ്. അവർ മൃഗങ്ങൾക്ക് എങ്ങനത്തെ ട്രീറ്റ്മെൻറ്റാണ് കൊടുത്തിരുന്നത്, അവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരുന്നത്, അവരെത്ര ബഹുമാനത്തോടു കൂടിയാണ് അവർ ട്രീറ്റ് ചെയ്തിരുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞത്. ഇനിയാണ് നമ്മൾ പറയാൻ പോകുന്നത് എന്ത്? നമ്മുടെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയെ പറ്റി നോക്കാം നമുക്ക്. Needless to say, in our own country, it is not at all easy to find trained animals. നമ്മുടെ രാജ്യത്ത് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ട്രെയിൻ ചെയ്ത ആനിമൽസിന് അത്ര എളുപ്പത്തിലൊന്നും എന്ത് ചെയ്യില്ല, നമുക്ക് കിട്ടില്ല. കാരണം അത്ര ആനിമൽസിന് ട്രെയിനിങ് ഒന്നും ഇന്ത്യയിലെ ആൾക്കാർ എന്ത് ചെയ്യാറില്ല, അധികമൊന്നും അവർക്ക് കൊടുക്കാറില്ല. Although some films have been made in Bombay and Madras that involve working with elephants, horses and tigers. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും ബോംബെയിലും മദ്രാസിലൊക്കെ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ചില സിനിമകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ ആൾക്കാർ, ഡയറക്ടേഴ്സ്. ഏതൊക്കെ മൃഗങ്ങളെ വെച്ചിട്ടാണ്? എലിഫൻസ്, ഹോഴ്സസ് ആൻഡ് ടൈഗേഴ്സ്. അതായത് ആനയും ഹോഴ്സിനെയും ടൈഗേഴ്സിനെയൊക്കെ വെച്ചിട്ട് ചില ഫിലിമുകൾ എവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്? ബോംബെയിലും മദ്രാസിലും. പക്ഷെ അതിനപ്പുറമുള്ള കാര്യങ്ങളൊന്നും എവിടെ ഇല്ല, ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ നടന്നിട്ടില്ല. ഓക്കെ, their performance did suggest that they were used to obeying commands. പക്ഷേ ഈ മൃഗങ്ങളിലൊക്കെ ഒരു അഭിനയം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തറിയാം? ഒരാൾ കൊടുക്കുന്ന കമാൻഡ്, നിർദ്ദേശങ്ങൾ ആര് ഒബേ ചെയ്യാറുണ്ട്? ഈ ആനിമൽസ് ഒബേ ചെയ്യാറുണ്ട്. അതെങ്ങനെയായിരിക്കും ഇവർ ഒബേ ചെയ്യുന്നുണ്ടാവുക എന്ന് നമുക്കൊന്ന് നോക്കാം. എന്തുകൊണ്ടാണ് അവർ ഇത്ര അനുസരണശീലമുള്ള മൃഗങ്ങളായി മാറിയത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. ഇൻ ബംഗാൾ ഇറ്റ് ഈസ് സംടൈംസ് പോസിബിൾ ടു ഫൈൻഡ് ക്ലെവർ ഡോഗ്സ്. ബംഗാളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആരെ ലഭിക്കും? നല്ല ബുദ്ധിമാന്മാരായ ഡോഗ്സ്. അതായത് നായ്ക്കളെ നമുക്ക് എവിടെ പോയാലും ലഭിക്കുക? ബംഗാളിൽ പോയാലാണ് നമുക്ക് ലഭിക്കുക. അവിടുത്തെ നായ്ക്കൾക്ക് ഭയങ്കര ബുദ്ധി ഉണ്ടെന്നാണ്, ക്ലെവർ ആണെന്നാണ് ഇദ്ദേഹം നമ്മളോട് പറയുന്നത്. പർട്ടിക്കുലർലി പോലീസ് ഡോഗ്സ് വിച്ച് ആർ ക്വൈറ്റ് ഇൻ്റലിജൻറ്റ്. പ്രത്യേകിച്ച് ഏത് തരം ഡോഗ്സ്? പോലീസ് ഡോഗ്സ്. അതായത് പോലീസിലൊക്കെ ഉൾപ്പെടുന്ന ഡോഗ്സ് ഇല്ലേ, അതായത് ബോംബും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഡോഗ്സ് ഇല്ലേ, അവരൊക്കെ ഭയങ്കര എങ്ങനെയുള്ള ഡോഗ്സ് ആയിരിക്കും? വെരി ഇൻ്റലിജൻറ്റ് ഡോഗ്സ്. നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഡോഗ്സ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഓക്കെ, ഇഫ് വൺ ഈസ് പ്രിഫേർഡ് ടു ബി പേഷ്യൻ്റ്, ഇറ്റ് ഈസ് നോട്ട് ഓൾ ടുഗദർ ഇമ്പോസിബിൾ ടു ഗെറ്റ് ഗുഡ് പെർഫോമൻസ് ഔട്ട് ഓഫ് ദം ആസ് വി മാനേജ് ടു ഡു വിത്ത് ബൂലോ ഇൻ പതേർ പാഞ്ചാലി. അപ്പം നമ്മുടെ സത്യത്തിന് നമ്മളോട് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് പറയാം. ഇദ്ദേഹം ഒരു സിനിമ എടുത്ത സിനിമയുടെ പേര് പതേർ പാഞ്ചാലി എന്നാണ്. ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് ആരെ ആവശ്യമായി വന്നു? ഒരു ഡോഗിനെ ആവശ്യമായി വന്നു. ആ ഡോഗിൻ്റെ പേരെന്താണെന്ന് പറയുന്നത് ബൂലോ എന്നാണ് ഡോഗിൻ്റെ പേര്. അപ്പോൾ ആ ഡോഗിനെ ഇദ്ദേഹം എവിടെ നിന്ന് കൊണ്ടുവന്നതായിരിക്കാം? ഈ പറഞ്ഞ രീതിയിൽ നല്ല ക്ലെവറായുള്ള ഡോഗിനെ കൊണ്ടുവന്നിട്ടാണ് അദ്ദേഹം പേഷ്യൻസ് ആണ് ക്ഷമയോടുകൂടി ട്രെയിനിങ് ചെയ്യിപ്പിച്ചിട്ടാണ് ഇദ്ദേഹം ആ ഡോഗിനെ ആ സിനിമയിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഒന്ന് പറയാം, സത്യജിത്ത് ഡയറക്റ്റ് ചെയ്ത സിനിമയുടെ പേരാണ് പതേർ പാഞ്ചാലി. അതിലൊരു ഡോഗ് ഉണ്ട്, ആ ഡോഗിൻ്റെ പേരെന്താണ്? ബൂലോ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് ഈ പാരഗ്രാഫിൽ നമ്മളോട് പറയുന്നത്. ബാക്കി നമുക്ക് നോക്കാം. എറ്റ് എ ഡോഗ് മൈറ്റ് ബി ഡിഫിക്കൽട്ട് നോട്ട് ഇമ്പോസിബിൾ ടു ഹാൻഡിൽ. ഒരു ഡോഗിനെ ഹാൻഡിൽ ചെയ്യാൻ അത്ര ഇമ്പോസിബിൾ ഒന്നുമല്ല, കുറച്ച് ഡിഫിക്കൽട്ടിയാണ്, കുറച്ച് കഷ്ടപ്പാടുണ്ട്. എളുപ്പത്തിലൊന്നും ഡോഗ് എന്ത് ചെയ്യില്ല, അനുസരിക്കില്ല. പക്ഷേ ഹാൻഡിൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ വാട്ട് വാസ് വൺ സപ്പോസ് ടു ഡു ഇഫ് ദർ വാസ് നീഡ് ഫോർ എ ടൈഗർ ഇൻ എ ഫിലിം? ആ സമയത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, അതായത് ഒരു ഡോഗിനെ ട്രെയിൻ ചെയ്യിക്കുന്നതിൽ കുറച്ച് കഷ്ടപ്പാടാണെങ്കിൽ പോലും ട്രെയിൻ ചെയ്യിപ്പിക്കാം. പക്ഷേ ഒരു ടൈഗറിനെ ആവശ്യമായി വന്നാലോ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഡോഗിനെ ട്രെയിൻ ചെയ്യിക്കുന്നതേ കഷ്ടപ്പാടാണെങ്കിൽ ആ സ്ഥലത്ത് എന്ത് ചെയ്യാണ്? ഒരു ടൈഗറെ എന്ത് ചെയ്യാണ്? ട്രെയിൻ ചെയ്യിപ്പിച്ചാലോ എന്നാണ് ആര് ചോദിക്കുന്നത്? നമ്മുടെ സത്യത്തെ ചോദിക്കുന്നത്. എളുപ്പമാവുമോ? അല്ലേ, ഒരിക്കലും എളുപ്പമാവില്ല അല്ലേ. നോക്കാം. We had to deal with this problem too when we were shooting Guppy Gene Baga Bene. അപ്പോൾ അദ്ദേഹം പറയണത്, ഞാൻ ഇത്തരം ഒരു പ്രശ്നത്തിലൂടെ കടന്നുപോയി. ഏത് സിനിമ എടുക്കുന്ന സമയത്ത് ആ സിനിമ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ, ഗൂപ്പി ഗേനെ ബാഗ ബേനെ. അതാണ് നമ്മുടെ സത്യത്തിൽ എടുക്കുന്ന സിനിമ. ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് ആരെ ആവശ്യമായി വന്നു? ഒരു ടൈഗറെ ആവശ്യമായി വന്നു.
അപ്പോൾ ആ ടൈഗറിനെ അതിൽ അഭിനയിപ്പിക്കുമ്പോൾ ഇദ്ദേഹം അനുഭവിച്ച കഷ്ടപ്പാടുകൾ എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചാപ്റ്ററിന് എന്ത് പേര് വന്നത്? പ്രൊജക്ട് ടൈഗർ. ഒരു ടൈഗറെ വെച്ച് ചെയ്യുന്ന പ്രൊജക്റ്റ് അഥവാ ഒരു മൂവി. ഇനിയാണ് നമ്മൾ നമ്മുടെ കഥയിലോട്ട് പോകുന്നത്. ഇതുവരെ കഥയുടെ ഒരു ഇൻട്രൊഡക്ഷൻ മാതിരിയെന്ന് പറഞ്ഞിരുന്നത്. ഹോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയും നമ്മുടെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയൊക്കെ പറ്റി നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. ഇനിയാണ് നമ്മൾ പ്രധാനപ്പെട്ട കഥ എന്താണെന്ന് അറിയാൻ പോകുന്നത്. നല്ലൊരു കഥയാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ആ മൂവിയുടെ പേര് ഗൂപ്പി ഗേനെ ബാഗാ ബേനെ. ഇതാണ് ആ മൂവിയുടെ പേര്. ഈ മൂവിക്ക് വേണ്ടിയിട്ടാണ് സത്യത്രയ്ക്ക് ആരെ ആവശ്യമായി വന്നത്? ഒരു ടൈഗറിനെ ആവശ്യമായി വന്നത്. ശ്രദ്ധിക്കാം. In the film, Guppy, who is banished by the king, wanders in the forest. ആ സിനിമയിൽ ഗൂപ്പി എന്നൊരു ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടറിന് എന്ത് ചെയ്യാണ്? ബാനിഷ്ഡ് ബൈ ദ കിങ് വാണ്ടേഴ്സ് ഇൻ ദ ഫോറസ്റ്റ്. ബാനിഷ് ചെയ്യാൻ പറഞ്ഞാൽ നാട് കടത്തുക. ആ കഥയുടെ ഒരു ഉള്ളടക്കം പറയുകയാണെ, ഈ ഗൂപ്പി ഗേനെ ബാഗാ ബേനെ എന്നുള്ള കഥയുടെ ഒരു ഉള്ളടക്കം പറയാണ്. എന്താണ് ഉള്ളടക്കം? ഗൂപ്പി എന്നൊരു ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടറിനെ നമ്മുടെ കിങ് വാണ്ടേഴ്സ്, അതായത് രാജാവിൻ്റെ ആൾക്കാർ എന്ത് ചെയ്യാണ്? ബാനിഷ് ചെയ്യാണ്. ബാനിഷ് ചെയ്യുക മീൻസ് നാട് കടത്താണ്. എങ്ങോട്ടേക്കാണ് നാട് കടത്തുന്നത്? ഇൻ ടു ദ ഫോറസ്റ്റ്. കാട്ടിലോട്ട് അയാൾ എന്ത് ചെയ്തു? പോയിക്കോളാൻ പറഞ്ഞു. ഇനി വരണ്ട, പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഓക്കെ, മീറ്റ്സ് ബാഗ ഹു ഈസ് ഓൾസോ ബീൻ ബാനിഷ്ഡ്. ഈ ഗൂപ്പി എന്നുള്ള ആൾ അങ്ങനെ നാട് കടത്തി ഫോറസ്റ്റിലെത്തിയപ്പോൾ അവിടെ വേറൊരാളെ കണ്ടു. ആരാണത്? ബാഗ എന്നൊരു ക്യാരക്ടർ. ഈ ബാഗയും എങ്ങനെ എത്തിപ്പെട്ടതാണ്? കാട്ടിൽ ബാനിഷ് ചെയ്ത് നാട് കടത്തപ്പെട്ട് എത്തിപ്പെട്ടതാണ്. അപ്പോൾ ആ കഥയുടെ പേരിൽ തന്നെ ഉണ്ട് ഗൂപ്പി ഗേനെ ബാഗാ ബേനെ. കണ്ടില്ലേ? ഗൂപ്പി എന്ന ക്യാരക്ടറും ബാഗ എന്നുള്ള ക്യാരക്ടറും. രണ്ട് ക്യാരക്ടറേയും എന്ത് ചെയ്തതാണ്? നാട് കടത്തിയതാണ്. അവർ രണ്ടാളും എവിടെ വെച്ച് കണ്ടുമുട്ടാണ്? കാട്ടിൽ വെച്ച് കണ്ടുമുട്ടാണ്. ഇതാണ് ആ കഥയുടെ ഒരു ബേസ്. ഓക്കെ, ദേ സീ എ ടൈഗർ ആൻഡ് ഫ്രീസ്. അങ്ങനെ ഈ നാട് കടത്തിപ്പെട്ട രണ്ടാളും കാട്ടിൽ വെച്ചിട്ട് ആരെ കണ്ടുമുട്ടുകയാണ്? ഒരു ടൈഗറിനെ കാണുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ടൈഗറിനെയാണ് നമുക്ക് ആർക്ക് ആവശ്യം? സത്യത്രയ്ക്ക് ആ മൂവിക്ക് വേണ്ടി ആവശ്യം. ഓക്കെ, ദേ സീ എ ടൈഗർ ആൻഡ് ഫ്രീസ്. അവർ കാട്ടിൽ വെച്ച് ടൈഗറിനെ കണ്ടപ്പോൾ എന്ത് ചെയ്യാണ്? ഭയപ്പെട്ട് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്, അനങ്ങാൻ പോലും പറ്റാതെ. ബട്ട് ദ ടൈഗർ സിംപ്ലി വാക്സ് അബൌട്ട് ഇൻ ദ ഫോറസ്റ്റ് വിത്തൗട്ട് പേയിങ് ദം ദ സ്ലൈറ്റസ്റ്റ് അറ്റൻഷൻ. പക്ഷേ ടൈഗർ എന്ത് ചെയ്യണം? ഈ രണ്ട് ഗൂപ്പിനെയും ബാഗിനെയും ഒന്നും മൈൻഡ് ചെയ്യാതെ എന്ത് ചെയ്യണം? കാട്ടിലോട്ട് തന്നെ തിരിച്ചു പോകണം. ഇതാണ് ഷോട്ട്. അതിലൊരു ഷോട്ടാണ് ഈ പറയുന്നത്. ഗൂപ്പി ഗേനെ ബാഗാ ബേനെ എന്നുള്ള മൂവിത്തെ ഷോട്ടാണ്. ഗൂപ്പി എന്നൊരു ക്യാരക്ടറും ബാഗ എന്നൊരു ക്യാരക്ടറും രണ്ടാളും ബാനിഷ്ഡ്, നാട് കടത്തപ്പെട്ടവരാണ്. ഒരു ഫോറസ്റ്റിൽ വെച്ച് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടി. അവർ മെല്ലെ ആരുടെ മുന്നിൽ എത്തിച്ചേരുകയാണ്? ഒരു ടൈഗറിൻ്റെ മുന്നിൽ എത്തിച്ചേരുന്നു. അവർ ടൈഗറെ കണ്ട് പേടിച്ച് നിൽക്കണം. പക്ഷേ ഈ ടൈഗർ എന്ത് ചെയ്യരുത്? ഇവരെ മൈൻഡ് ചെയ്യാതെ തിരിച്ച് കാട്ടിലോട്ട് തന്നെ കയറി പോകണം. ഇതാണ് സീന്. ഈ സീന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് ആരെ ആവശ്യമായി വന്നത്? ഒരു ടൈഗറെ ആവശ്യമായി വന്നത്. ഓക്കെ, ഇനിയാണ് നമ്മുടെ കഥ. എന്തൊക്കെ കഷ്ടപ്പാടുകളാണ് അദ്ദേഹം ആ സിനിമയ്ക്ക് വേണ്ടി അനുഭവിച്ചത് എന്നുള്ളതാണ് ഇനിയുള്ള ഭാഗത്ത് പറയാൻ പോകുന്നത്. നോക്കാം നമുക്ക്. 9th paragraph. Having thought of the scene, I simply had to shoot it. ആ സീനിനെ പറ്റി ഇയാൾ കുറേ ചിന്തിച്ചു. അപ്പോൾ തന്നെ ഇയാൾക്ക് എന്ത് തോന്നി? എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, ആ സീൻ എന്ത് ചെയ്യണം? എനിക്ക് ഷൂട്ട് ചെയ്യണം, ചിത്രീകരിക്കണം. നല്ല ഒരു സീനാണത്. എന്തെന്നെ ആയിക്കോട്ടെ, എനിക്ക് എന്ത് ചെയ്യണം? അത് ഷൂട്ട് ചെയ്യണമെന്ന് ഇയാൾ തീരുമാനിച്ചു. ബട്ട് വെർ വി ആർ ഗോയിങ് ടു ഫൈൻഡ് എ ടൈഗർ. പക്ഷേ എവിടെ പോയാലാണ് നമുക്കൊരു ടൈഗറെ കിട്ടുക? നമ്മൾ നേരത്തെ പറഞ്ഞു, ആ കാലഘട്ടത്തിലൊന്നും നമ്മുടെ ഇന്ത്യയിൽ എന്തില്ല? ഇത്തരം ട്രെയിൻ ചെയ്ത ആനിമൽസ് ഒന്നും അധികം ഇല്ല. അല്ലാതെ തന്നെ എലിഫൻസ് ഒക്കെയാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ഒരു ഷോട്ട് എടുക്കണമെങ്കിൽ നല്ല ട്രെയിൻ ചെയ്തൊരു ടൈഗറിനെ ആവശ്യമാണ്. പക്ഷേ ഇയാൾക്ക് അപ്പം അറിയണ്ടായിരുന്നില്ല എവിടെ പോയാലാണ് ഇത്തരം ഒരു ടൈഗറിനെ ലഭിക്കുക എന്ന് ഇയാൾക്ക് അറിയണ്ടായിരുന്നില്ല. ദ ഒബ്വിയസ് തിങ്സ് ടു ഡു വാസ് ടു ലുക്ക് ഇൻ എ സർക്കസ് സിൻസ് ദേ വർ ലൈക്ലി ടു ഹാവ് ട്രെയിൻഡ് ആനിമൽസ്. ഇങ്ങനത്തെ ഒരു സന്ദർഭം വന്നപ്പോൾ ആദ്യം അവർക്ക് തോന്നിയത് എന്താണ്? നമുക്ക് നേരെ എന്ത് ചെയ്യാം? ഒരു സർക്കസിൽ പോയിട്ട് അന്വേഷിക്കാം. സർക്കസിലാകുമ്പോൾ ഒരു ഗുണമുണ്ട്. എന്താണ്? കുറേ ആനിമൽസ് ഉണ്ടാവും. അതായത് നല്ല കമാൻഡ് ഒബേ ചെയ്യുന്ന നല്ല അനുസരണശീലമുള്ള ആനിമൽസ് എവിടെ ഉണ്ടാവും? സർക്കസിലുണ്ടാവും. അപ്പോൾ അയാൾ നേരെ ഇങ്ങോട്ട് എന്ത് ചെയ്യാണ്? സർക്കസിൽ പോയിട്ട് അന്വേഷിക്കാൻ തീരുമാനിച്ചു. ഒരു ടൈഗറെ ആവശ്യമാണ്, ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. അവിടെ പോയിട്ട് അന്വേഷിക്കാൻ തീരുമാനിച്ചു. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട്, വൺ കാൾഡ് ഭാരത് സർക്കസ് വാസ് വിസിറ്റിംഗ് കൽക്കട്ട അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ ഇയാളുടെ ഭാഗ്യവശാൽ ഒരു സംഭവം ഉണ്ട്. എന്താണ്? ആ സമയത്ത് കൽക്കത്തയിൽ എന്ത് നടക്കുന്നുണ്ട്? ഭാരത് സർക്കസ്
ഷോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അന്വേഷിക്കാമെന്ന് ഇയാൾ തീരുമാനിക്കുകയാണ്. ഹോൾഡിംഗ് ഷോസ് ഇൻ മാർക്കസ് സ്ക്വയർ. കൽക്കത്തയിലെ മാർക്കസ് സ്ക്വയറിലാണ് ഈ ഭാരത് സർക്കസ് എന്ത് ചെയ്യുന്നത്, ഷോസ് നടത്തുന്നത്. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ടൊന്ന് അന്വേഷിക്കാമെന്ന് ഇയാൾ തീരുമാനിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഗൂപ്പി ഗേനെ ബാഗാ ബേനെ എന്ന മൂവിക്ക് വേണ്ടിയിട്ട് ഒരു ടൈഗറിനെ ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇയാൾ ഈ സർക്കസിൽ പോയിട്ട് അന്വേഷിച്ചത്. സർക്കസിൻ്റെ പേര് ഭാരത് സർക്കസ്. അത് എവിടെയാണ് നടക്കുന്നത്? കൽക്കത്തയിലെ മാർക്കസ് സ്ക്വയർ. ഓക്കെ, ബാക്കി നോക്കാം. We sent someone to make an appointment with its Tamil manager and then went to meet him one morning. അങ്ങനെ ഇയാൾ നേരെ ആദ്യം പോയില്ല. ഇയാൾ ഇദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റിനെ വിട്ടിട്ട് എന്ത് ചെയ്യാണ്, അനുവാദം ചോദിക്കുകയാണ്. ഞങ്ങളുടെ സാർക്കൊന്ന് നിങ്ങളെ കാണണം എന്ന് പറയുകയാണ്. ഒരു അനുവാദം ചോദിച്ചു, അപ്പോയിൻമെൻ്റ് എടുക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം അപ്പോയിൻമെൻ്റ് ഒക്കെ വാങ്ങി ഇവർ ആരെ കാണാൻ പോവാണ്? ആ സർക്കസിൻ്റെ മാനേജർ ഒരു തമിഴനായിരുന്നു, തമിഴ് മാനേജറായിരുന്നു. അങ്ങനെ ഈ തമിഴ് മാനേജറെ കാണാൻ നമ്മുടെ സത്യത്രയും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സും കൂടി എന്ത് ചെയ്യാണ്, പോവുകയാണ്. ഓക്കെ, ഹി ഗ്രീറ്റഡ് അസ് വാമിലി ആൻഡ് ഓർഡർഡ് സൗത്ത് ഇന്ത്യൻ കോഫി ഫോർ അസ്. അദ്ദേഹം ഞങ്ങളെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും ഞങ്ങൾക്ക് എന്ത് തന്നു? ഹി ഓർഡർഡ് സൗത്ത് ഇന്ത്യൻ കോഫി. നല്ലൊരു സൗത്ത് ഇന്ത്യൻ കോഫി അദ്ദേഹം എന്ത് ചെയ്യാണ്, ആ തമിഴ് മാനേജർ നമ്മുടെ സത്യത്രയ്ക്ക് വേണ്ടി ഓർഡർ ചെയ്ത് കുടിക്കാൻ കൊടുത്തു. ദ മാനേജർ ഹേർഡ് ദ റീസൺസ് ഫോർ അവർ വിസിറ്റ്. അങ്ങനെ മാനേജർ ഇവർ വന്ന കാര്യം തിരക്കാണ്, എന്തിനാ വന്നത്, അങ്ങനെ ഇയാൾ കാര്യങ്ങളൊക്കെ കേട്ടു. മാനേജർ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. ദെൻ സെൻഡ് ഫോർ വൺ മിസ്റ്റർ തൊറാട്ട്. പിന്നെ നമ്മുടെ തമിഴ് മാനേജർ തൊറാട്ട് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്, ഒരാളാണ്, ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ വിളിപ്പിച്ചു. ആരാണ് ഈ തൊറാട്ട്? നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഹീ ടേൺഡ് ഔട്ട് ടു ബി ദ റിംഗ് മാസ്റ്റർ. നമ്മുടെ ഇവിടെ ഈ തൊറാട്ട് എന്ന് പറയുന്ന ആളാണ് ആ സർക്കസിലെ റിംഗ് മാസ്റ്റർ. റിംഗ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്താണ്? ഈ മൃഗങ്ങളൊക്കെ ട്രെയിൻ ചെയ്യിക്കുന്ന ആളെ പറയുന്ന പേരാണ് എന്ത്? റിംഗ് മാസ്റ്റർ. നമ്മുടെ മലയാളത്തിലൊരു മൂവി തന്നെ ഉണ്ട്, ദിലീപ് അഭിനയിച്ചു അല്ലേ, റിംഗ് മാസ്റ്റർ. ആ ദിലീപ് ആ ഡോഗിൻ്റെ ട്രെയിനറായിരുന്നു. അപ്പോൾ ഇവിടുത്തെ റിംഗ് മാസ്റ്റർ ആരാണ്? തൊറാട്ട് എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പോൾ നമ്മുടെ തമിഴ് മാനേജർ തൊറാട്ടിനെ വിളിപ്പിച്ചു കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട്. റിംഗ് മാസ്റ്റർ അല്ലേ, അപ്പോൾ അയാളോട് കാര്യങ്ങളൊക്കെ പറയാൻ തീരുമാനിച്ചു. ഹീ ടു വാസ് എ സൗത്ത് ഇന്ത്യൻ. അയാളും എങ്ങനത്തെ ആളായിരുന്നു? ഒരു സൗത്ത് ഇന്ത്യൻ, ഒരു തമിഴന്നെയായിരുന്നു അദ്ദേഹം. നമ്മുടെ ഈ ഭാഗത്തൊക്കെ ആൾ തന്നെയായിരുന്നു. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണ്. ഈ സൗത്ത് ഇന്ത്യൻ പറഞ്ഞ ആളില്ലേ, അദ്ദേഹം എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ ശരീരപ്രകൃതി ഫീച്ചേഴ്സ്, ഫിസിക്കൽ ഫീച്ചേഴ്സ് എങ്ങനെയൊക്കെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, നോക്കാം നമുക്ക്. ഹീ ടു വാസ് എ സൗത്ത് ഇന്ത്യൻ, വെരി വെൽ ബിൽറ്റ്. വെരി വെൽ ബിൽറ്റ് എന്ന് പറഞ്ഞാൽ നല്ല തണ്ടും തടിയൊക്കെയുള്ള ആൾ, അത്യാവശ്യം നല്ല ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ള ഒരാൾ. വിത്ത് ഫീച്ചേഴ്സ് സംവാട്ട് ലൈക്ക് ദോസ് ഓഫ് എ നേപ്പാളി. പക്ഷേ മുഖവും കൈയും കാലൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾക്ക് ആരെ പോലെ തോന്നുന്ന ഒരു നേപ്പാളിയെ പോലെ ആയിട്ടാണ് തോന്നുന്നത്. ഓക്കെ, ശരിക്കും അദ്ദേഹം എഴുത്തുകാരനാണ്, ഒരു സൗത്ത് ഇന്ത്യൻ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് കണ്ട ഒരു നേപ്പാളിയുടെ മുഖച്ഛായ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഹി വാസ് പെർഹാപ്സ് നോ മോർ ദാൻ 40. അദ്ദേഹത്തിന് എത്ര വയസ്സ് പ്രായം വരും? ഒരു 40 വയസ്സോളം പ്രായം വരും. നമ്മുടെ ഈ റിംഗ് മാസ്റ്ററിൻ്റെ പേര് തൊറാട്ട് എന്നാണ്. ഹി ഷോഡ് us an old scar on his forearm. എന്നിട്ട് വന്ന പാടെ നമ്മുടെ തൊറാട്ട് എന്ത് ചെയ്യാന്ന് അറിയാം, അദ്ദേഹത്തിൻ്റെ ഫോറാം, കൈയിൻ്റെ മുകളിൽ ഒരു സ്കാർ എന്ന് പറഞ്ഞാൽ ഒരു മുറിവ് ഉണങ്ങിയ പാടുണ്ട്, ഒരു മുറിവിൻ്റെ പാടുണ്ട്. ആ മുറിവിൻ്റെ പാട് ആർക്ക് കാണിച്ചു കൊടുക്കുകയാണ്? നമ്മുടെ സത്യത്രയ്ക്കും ഫ്രണ്ട്സിനും കാണിച്ചു കൊടുക്കുകയാണ്. വിച്ച് ഹാഡ് ബീൻ കോസ്ഡ് ബൈ എ ടൈഗർ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് എന്ത്, എൻ്റെ കയ്യിലെ ഈ മുറിവ് ആരുണ്ടാക്കിയതാണ്? ഒരു ടൈഗർ ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞിട്ട് ആ മുറിവ് വന്നവർക്കൊക്കെ കാണിച്ചു കൊടുത്തു. ഓക്കെ, ഇന്ന് നമ്മൾ ഇത്രയും മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ സത്യത്രേ ഗൂപ്പി ഗേനെ ബാഗാ ബേനെ എന്നൊരു മൂവിക്ക് വേണ്ടിയിട്ട് ഒരു ടൈഗറെ അന്വേഷിച്ച് കൽക്കത്തയിൽ നടക്കുന്ന ഭാരത് സർക്കസിലോട്ട് എത്തിച്ചേരാണ്. അവിടെ ഒരു തമിഴ് മാനേജറായിരുന്നു. അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം അപ്പം തന്നെ ആരെ വിളിപ്പിച്ചു? റിംഗ് മാസ്റ്റർ ആയിട്ടുള്ള തൊറാട്ടിനെ വിളിപ്പിച്ചു. തൊറാട്ട് വന്ന പാടെ എന്ത് ചെയ്യാണ്? തൻ്റെ കയ്യിലെ സ്കാർ എന്ത് ചെയ്യാണ്? ഇയാൾക്ക് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ നമ്മൾ ഇന്ന് പറയുന്നുള്ളൂ. ബാക്കി കാര്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ ഞാൻ നേരത്തെ പറഞ്ഞ വർക്ക് ജസ്റ്റ് ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ആൽഫ്രഡ് ഹിച്ച്കോക്ക് അവിടെ പ്ലേസ് ചെയ്തിരുന്ന നോട്ടീസ് എന്തായിരുന്നു നോട്ടീസിൻ്റെ തീം? ട്രെയിൻ ഡ്രൈവേഴ്സിനെ ആവശ്യമുണ്ട് എന്നുള്ള തീം. ഓക്കെ, സോ വി ക്യാൻ കണ്ടിന്യൂ ഓൺ ദ നെക്സ്റ്റ് ക്ലാസ്. സോ താങ്ക് യു.